അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ളോഗ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ച് മുളകിൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പം മണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ വാങ്ങിച്ചതല്ല, നമ്മുടെ ഫ്രണ്ട് തന്നാണ്. പോട്ടിംഗ് സോയിലാണ് കേട്ടോ. അപ്പോൾ പോട്ടിംഗ് സോയിലാണ്. അപ്പം അത് നല്ലതാണ്. അത് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ ഞാൻ എന്താണേലും അതൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മുളകും തൈയൊക്കെ ഒന്ന് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ പോട്ടിംഗ് സോയിൽ കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര കിലോയുടെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ കണ്ടില്ല ഇവിടെ എഴുതിയേക്കുന്നത്. എനിക്കൊന്ന് 10 കിലോയുടെ ആണെന്ന് തോന്നുന്നു. പക്ഷേ 10 കിലോയുടെ വെയിറ്റ് പോലും ഇല്ല കേട്ടോ. ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ എന്താ പറയുക, ഈ ചകിരിച്ചോറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. കമ്പോസ്റ്റൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. ഇത് നമുക്ക് സുഖമായിട്ട് നമുക്ക് ഇവിടെ വേണം ക്യാരി ചെയ്യാം. ഒരു 10 കിലോയുടെ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എനിവേ നമുക്ക് ഇതിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് മണ്ണെടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, ശരിയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മുളകും തൈ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതേപോലെ തന്നെ പാവൽ, ഇത് പാവലാണ് കേട്ടോ. ഇത് മുളകും തൈയാണ്. ഇപ്പോൾ ഇത്രയും വളർന്ന് ഈ ഗ്ലാസിൻ്റെ അകത്താണ് ഇത്രയും തിക്കായിട്ട് വളർന്നത്. ഇനിയിപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അപ്പം ഇതിൻ്റെ അകത്ത് വേറെ പാവലിൻ്റെ അരിയും കിളിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ എവിടെ കൊണ്ട് വെക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതുവരെ നമുക്കിപ്പോൾ എന്തായാലും മുളകിൻ്റെ തൈ സെറ്റ് ചെയ്യാം. ഒന്ന് ഇളക്കിയെടുക്കട്ടെ. അപ്പോൾ ഗൈസ്, നമുക്ക് വേണ്ടി ഇത്രയും മുളകും തൈ ഉണ്ട് കേട്ടോ. ഇതൊന്നായിട്ട് വെച്ചു, ഇതൊന്ന് വെച്ചു, പിന്നെ ഇത് 3 എണ്ണം കൂട്ടി വെച്ചു, ഇത് 3 എണ്ണം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ വെച്ച് ഇനിയും ബാക്കിയായിട്ട് ഇത്രയുണ്ട്. ഇത്രയും സാധനം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ അടുത്ത ഇതും കൂടെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വെക്കാം മുളകും തൈ. പിന്നെ ഒരു നല്ലൊരു പാവലിൻ്റെ ഇതെടുത്തിട്ട് നമുക്ക് കരിയാപ്പിൻ്റെ കൂട്ടത്തിൽ വെക്കാം. അതാകുമ്പം സെറ്റാവും. ഓക്കെ, ഇങ്ങനെ 4 എണ്ണമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ ചട്ടിക്കകത്ത് 1, 2, 3, 4 സെക്ഷനായിട്ട് വെച്ചു. ഇതുപോലെ ഇതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ 4ആയിട്ട് വെച്ചു. 1, 2, 3, 4 അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിനിപ്പം എന്താ പറയുന്നത്, ഇപ്പം അങ്ങോട്ട് വെച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ മറിഞ്ഞ് കിടക്കുവാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ തന്നെത്താനെ അത് വേര് പിടിച്ചിട്ട് അത് നേരെ ആയിക്കോളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നല്ല വെയിലാണ്. ഇപ്പം ഇനി ഒരു സെക്ഷനും കൂടെ നമുക്കിവിടെ ഇത് പറയുന്നത് ഷീറ്റ് കെട്ടേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം ഓപ്പണാണ്. ഇതും കൂടെ നമ്മൾ ചെയ്യേണ്ടി വരും കേട്ടോ. ഇപ്പോൾ പാവൽ നമുക്ക് വെക്കാറുണ്ട്. അതുകൊണ്ട് പാവൽ ഇല്ലാതെ കിടപ്പുണ്ട്. അത് നല്ലൊരു തൈ നോക്കിയിട്ട് നമുക്ക് ഈ വലിയ പോട്ടിൻ്റെ അകത്ത് നമുക്ക് വെക്കാം. ഓക്കെ, അതിൻ്റെ അകത്ത് വളർന്നു വരുമായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ചെയ്ത് വെക്കാം നമുക്ക്. നമ്മൾ വേണ്ടി ഇതിൻ്റെ അകത്തൊരു പാവലിൻ്റെ തൈ വെച്ചു. അതേപോലെ ഇതിൻ്റെ അകത്തൊരു പാവലിൻ്റെ തൈ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി എത്രത്തോളം വളർന്നു വരുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ജൂണിൽ നാട്ടിൽ പോകേണ്ടതാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കിന് ഇത് എത്രത്തോളം പിടിച്ച് നിൽക്കുമെന്നുള്ളത് അറിയത്തില്ലല്ലോ. ഒരു മാസത്തെ വെക്കേഷൻ പോയി കഴിയുമ്പോഴത്തേക്കിന് ഇത് എത്രത്തോളം വരുമെന്ന് നമുക്കറിയത്തില്ല. എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു 2 വീക്സ് കഴിയുമ്പോഴത്തെ നമുക്ക് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ ഇടാം നമ്മൾ കേട്ടോ. എന്താണ് നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എന്താണെങ്കിലും കഷ്ടപ്പെടാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് എത്രത്തോളം വളർന്നു വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമുക്കൊരു ടൈം പാസ്സാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഒരു ടൈം പാസ് കിട്ടും. നമുക്ക് അതുപോലെ തന്നെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞിരിക്കും. ഇതുങ്ങളെ നോക്കി നിൽക്കുമ്പോഴത്തേക്കിന് വന്ന് ഡെയിലി ഒരു 3 നേരം 4 നേരം വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിന് നമുക്ക് എന്താ പറയുന്നത്, അപ്പോൾ ഒരു സ്ട്രെസ് റിലീഫും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിനെ പരിചരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു എന്താണ് മൈൻഡ് സെറ്റൊക്കെ മാറി, എന്തെങ്കിലും ടെൻഷനായിട്ടൊക്കെ നിൽക്കുമ്പോൾ അതൊക്കെ ഒരു മാറി കിട്ടും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്, അനുകരിക്കുന്നതാണ്. സ്വന്തം വീട്ടിൽ നമ്മൾ ഒരു 2-3 കുറച്ച് ചെടികളും അതുപോലെ തന്നെ ഇതുപോലെ വെജിറ്റബിൾസും ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് നമ്മുടെ സ്വന്തം ബാൽക്കണിയിൽ ഉള്ള സ്പേസ് നമ്മൾ ചെയ്യാൻ നോക്കുക. അപ്പം എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഓക്കെ, അപ്പം എനിവേ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.